നീയല്ലാതില്ലേനിക്കൊരാശ്രയം ഭൂവിൽ. നിന്മാർവിലല്ലാതില്ലേനിക്കു വിശ്രാമം ഏറെ. ഈ പാരിലും പരത്തിലും നീ സ്തുല്യനൻ പ്രിയൻ. എൻ രക്ഷകായൻ ദൈവമേ, നീയല്ലാതില്ലാരും. എന്നേശു മാത്രം മതിയെനിക്കേതു നേരത്തും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹമേറിയ ഒരു പ്രഭാതം കൂടി കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിലും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ധ്യാനിക്കാം. ഇന്ന് ചിന്തയ്ക്കായി നമുക്ക് സ്നാനം 1 എന്നുള്ള ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കാം. ചിന്തയ്ക്ക് ആധാരമായി നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: ജനമെല്ലാം സ്നാനം ഏൽക്കുകയിൽ യേശുവും സ്നാനം ഏറ്റു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റു എന്ന ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ ഇതിനെ ആസ്പദമാക്കി ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമ്മൾ അമേരിക്കയിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. അമേരിക്കയിൽ പുളിച്ചുവയുള്ളതായിട്ടുള്ള ബ്രെഡ് ആളുകൾ വിനാഗിരി കലർന്ന ഓയിലിൽ അല്ലെങ്കിൽ ഒലിവ് എണ്ണയിൽ മുക്കി വയ്ക്കാറുണ്ട് എന്ന് ഗ്രന്ഥകർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇതേ കാര്യം നമുക്കൊരിക്കലും ഇറ്റലിയിൽ ചെന്നാൽ കാണുവാൻ സാധിക്കുകയില്ല. അവിടെ ബ്രെഡ് ഇപ്രകാരത്തിൽ ഒലിവെണ്ണയിൽ മുക്കണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ആളുകൾ നമ്മളെ ഒരു അപരിചിതമായ രീതിയിൽ നോക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടുള്ള കാര്യമല്ല ഇറ്റലിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തിരുവത്താഴ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് കർത്താവായ യേശുക്രിസ്തുവും ശിഷ്യന്മാരും ചേർന്ന് അപ്പഖണ്ഡം താലത്തിൽ അല്ലെങ്കിൽ മുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് പെസഹ ശുശ്രൂഷയെ തിരുവത്താഴ ശുശ്രൂഷയാക്കി മാറ്റുന്നതായിട്ടുള്ള സമയത്ത് കർത്താവായ യേശുക്രിസ്തു അപ്പഖണ്ഡം മുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഈ ബാപ്റ്റിസോ എന്ന് പറയുന്നതായിട്ടുള്ള പദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മുക്കുക എന്നതിൻ്റെ മൂല പദമാണ് ബാപ്റ്റിസോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ മുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. ഇനി നമ്മൾ തിരുവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലെ ദൈവം ഒരുവനായിരിക്കുന്നത് പോലെ നമുക്ക് ഒരു സ്നാനമേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഈ ലോകത്തേക്ക് നോക്കുകയാണ് എങ്കിൽ നമുക്ക് അനവധിയായിരിക്കുന്ന സ്നാനങ്ങളെ കുറിച്ച് കാണുവാൻ സാധിക്കും. തളിപ്പ് സ്നാനത്തെ കാണുവാൻ സാധിക്കും, ശിശു സ്നാനത്തെ കാണുവാൻ സാധിക്കും, അതുപോലെ കൊടിമരത്തിന് കീഴിലൂടെയുള്ള സ്നാനത്തെ കാണുവാൻ സാധിക്കും. അങ്ങനെ അനവധിയായിട്ടുള്ള സ്നാനങ്ങൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വചനം ഒരു സ്നാനമേ ഈ ലോകത്തുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചന അടിസ്ഥാനത്തിൽ ഒരു സ്നാനം മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്രകാരം കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടതായിട്ടുള്ള സ്നാനം എന്ന് പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനാൽ എപ്രകാരം യോർദാൻ നദിയിൽ സ്നാനമേറ്റുവോ അപ്രകാരം നമ്മൾ ഓരോരുത്തരും അപ്രകാരത്തിൽ പൂർണ്ണമായും നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങി എഴുന്നേൽക്കുന്നതാണ്
ശരിക്കുള്ള സ്നാനമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് സ്നാനത്തിൻ്റെ ആവശ്യകത ഏറ്റവും അധികമാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അപ്പോൾ നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഈ ലോകം നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ ആ ക്രിസ്തുവിനോടൊപ്പം ആ വെള്ളമാകുന്ന കല്ലറയിൽ മരിച്ച് അടക്കപ്പെട്ട് അതിനെ ഭേദിച്ച് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ, നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ഉയർക്കുന്നതായിട്ടുള്ള ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് അതിനെ സ്നാനം എന്ന് പറയുന്നത്. നമ്മൾ ക്രിസ്തുവിനോടൊപ്പം ക്രൂശിൽ മരിച്ചു, അല്ലെങ്കിൽ നമ്മുടെ പഴയ ആ ശരീരത്തെ അല്ലെങ്കിൽ പഴയ മനുഷ്യനെ നമ്മൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ച് കളഞ്ഞ്, അല്ലെങ്കിൽ ആദമിൻ്റെ തലമുറയിൽ ജനിച്ചതായിട്ടുള്ള നമ്മൾ ആ ആദമിൻ്റെ തലമുറയെ വിട്ട് ഒടുക്കത്തെ ആദമായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തലമുറയിൽ ജനിക്കുന്നതാണ് സ്നാനം. അത് നമ്മൾ പൂർണ്ണമായും വെള്ളത്തിലൂടെ കടന്നു ചെന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. അപ്രകാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ ഈ ലോകപരമായിട്ടുള്ള സ്നാനത്തിലേക്ക് കടക്കാതെ ഒരേ ഒരു സ്നാനം, കർത്താവായ യേശുക്രിസ്തു ചെയ്ത് നമുക്ക് മാതൃക കാണിച്ചിരിക്കുന്ന സ്നാനം മാത്രം പിന്തുടർന്ന് നമുക്ക് മുന്നോട്ട് ജീവിക്കാം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് കണ്ണുകളടച്ചൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, സകല ജ്ഞാനത്തിൻ്റെയും സകല അനുഗ്രഹങ്ങളുടെ ഉടവുമായിരിക്കുന്ന സ്വർഗത്തിലെ നല്ല ദൈവമേ, അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് കടന്നു വരുന്നു. ഇന്ന് പ്രഭാതത്തിൽ അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിന്തയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അതിന് പ്രകാരം അങ്ങയുടെ വചനപ്രകാരം അടിയങ്ങൾ ജീവിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ അടിയങ്ങൾക്ക് ശക്തി നൽകി അനുഗ്രഹിക്കണമെന്ന് അടിയക്കായി കാൽവരിയിൽ മരിച്ചുയർത്ത് നീക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.